അങ്ങനെ അരിഞ്ഞു കിട്ടിയ സാധനങ്ങളെല്ലാം ആയിട്ട് അടുക്കള തട്ടകത്തിലോട്ടും കയറി കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3-4 ഉള്ളി ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതെടുത്തങ്ങ് പുറത്ത് വെച്ചു. എന്നിട്ട് വെണ്ടയ്ക്ക എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കേട്ടോ. ഇത് അടച്ച് വെച്ച് വേവിച്ചാൽ കുഴാന്നായി പോവും, അതുകൊണ്ട് തുറന്ന് വെച്ച് ഇളക്കി വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് അരി തിളച്ചിട്ടുണ്ടായിരുന്നു, അത് കയ്യോട് എടുത്തങ്ങ് മാറ്റി വെച്ച് കേട്ടോ. ഇനി അത് നാളെ തുറക്കുകയുള്ളൂ. അടുപ്പ് എനിക്ക് തികയത്തില്ല കേട്ടോ, ഓരോ അടുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതായത് ഈ കുഞ്ഞു തീ വലിയ തീ ഉണ്ടല്ലോ, എന്നിട്ട് അതിലോട്ട് ഞാൻ നിറച്ച് മുളക് അരിഞ്ഞിടുന്നുണ്ട്. പയർ മെഴുക്കുവരട്ടിക്കകത്ത് നമ്മൾ മഞ്ഞപ്പൊടിയും മുളകും മാത്രം ഇട്ട് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ പയർ അടച്ചിരുന്ന് വേവിക്കണം. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ വെണ്ണയിലല്ല എണ്ണയിൽ കിടന്ന് വേവണം. അതിനിടയ്ക്ക് ഞാൻ കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അത് തൊലി ചെത്തി എടുത്ത് കേട്ടോ. തൊലി ചിരണ്ടാൻ പറ്റുന്നവർക്ക് ചുരണ്ടി എടുക്കാം, ഞാൻ എളുപ്പപ്പണിക്ക് ചെത്തിയാണ് എടുക്കുന്നത്. അങ്ങനെ വേഗം അവിയലിനുള്ള അരപ്പെല്ലാം അരച്ചിട്ട് അത് കുക്കറിലോട്ട് അങ്ങ് തട്ടി ഇളക്കി എടുത്തു. പിന്നെ കിഴങ്ങ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും നാട്ട മസാലയ്ക്കകത്ത് ഇങ്ങനെ വരട്ടി എടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഇതിനിടയ്ക്ക് അപ്പുക്കുട്ടൻ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് വാരി പറക്കി തിന്നുന്നുണ്ട്. ചിക്കനാണ് കേട്ടോ ഈ തിന്നുന്നത്. അങ്ങനെ ഫാൻ്റെ അടിയിൽ കറികളെല്ലാം എടുത്ത് വെച്ച് ചൂടാറി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അടച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ കറിയും കൂടെ സെറ്റാക്കി എടുക്കാം. അതല്ലെങ്കിൽ ആവശ്യത്തിന് രണ്ട് കറി വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കുശാലാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും എനിക്ക് തിരക്കുള്ള സമയങ്ങളിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ 24 മണിക്കൂറും നമുക്ക് അടുക്കളയിൽ കിടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കിടക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ കുളിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുകയാണ്. ടാറ്റാ ബൈ, സീ യു.